വിശപ്പിൻ്റെ വിളി കൊണ്ട് സ്കൂട്ടി എടുത്ത് പാഞ്ഞു വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോണേ. കുറേ സ്പോട്ടൊക്കെ തപ്പി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിന്നെ വിളിക്കാൻ വരുന്ന വഴിക്ക് താവളം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കണ്ടു, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയതാണേ. കണ്ടോ, പച്ച മഞ്ഞ നീല ബൾബുകൾ ഇങ്ങനെ കത്തി കത്തിയിരിക്കുകയാണ്. നല്ല വൈബുള്ള സ്പോട്ടാണ് കേട്ടോ. അവിടെ ചെന്ന് കയറിയിട്ട് പുറത്ത് നിന്ന് കുറേ നേരത്തെ ആലോചനയായിരുന്നു. നമ്മൾ ഈ സ്ഥിരം കഴിക്കുന്ന പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള ഒന്നും വേണ്ട, നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. എന്നിട്ട് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ ഓർഡർ ചെയ്യാം, എന്നിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഓർഡർ എടുക്കാൻ വന്ന ചേട്ടന് ഞങ്ങൾ പറയുന്നത് എന്താണെന്നോ പുള്ളി എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒരുവിധം പുട്ടെന്നും ബീഫെന്നും പറഞ്ഞ് ഒപ്പിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരു രീതിയിൽ മനസ്സിലായില്ലേ. ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ആണെന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ശേഷം പുട്ട് വന്നു, ബീഫ് വന്നു. പുട്ടാണെങ്കിൽ ഉപ്പ് കൊണ്ട് ഇറക്കാൻ പറ്റില്ല കേട്ടോ. അവൾ പാവം ഒരു പപ്പടമൊക്കെ ചോദിച്ച് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒട്ടും പറ്റാതായപ്പം ഞങ്ങളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ എൻ്റെ ഓണർ ചേട്ടൻ കണ്ടു. ഓണറാണോ എന്നറിയില്ല, ഒരു ചേട്ടൻ കണ്ടിട്ട് നമ്മളോട് വന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉപ്പാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഭാഗ്യത്തിനത് പെട്ടെന്ന് മാറ്റി തന്നു കേട്ടോ. വീണ്ടും നമ്മൾ ചപ്പാത്തിയിലല്ലോ പൊറോട്ടയിലോ ഇട്ട് തിരിഞ്ഞു. എവിടെ ചെന്നാലും ഈ പൊറോട്ട വിട്ടൊരു കളിയില്ലല്ലോ ഈശ്വരാ എന്നാണ് എൻ്റെ മനസ്സ് ഞാനപ്പോൾ ആലോചിച്ചത്. എന്നാൽ കിട്ടിയതാട്ടെ. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പോയ റെസ്റ്റോറൻ്റ് അല്ലേ, കഴിക്കാം ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ച് ഇറങ്ങിയേ. ഞാൻ ആ റെസ്റ്റോറൻറ്റ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. നല്ല സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ക്യൂൻസ്വെല്ലോട്ടാണ്. അവിടെ ചെന്നിട്ട് 4-5 മണിക്കൂർ ഞങ്ങളവിടെ നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. എന്താ പറഞ്ഞതെന്ന് ഞാനിപ്പോൾ ആലോചിച്ചപ്പം എനിക്കറിയില്ല അത്രയും നേരം എന്താണ് പറഞ്ഞത്. ഒരു നോൺ സ്റ്റോപ്പ് വർത്താനക്കാരിയാണ് എൻ്റെ ഈ ഫ്രണ്ട്. നിങ്ങൾക്ക് ഇതേപോലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നു. 11:30 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി ഹോസ്റ്റലിലെത്തി.